ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യുദ്ധഭീതികൾ ശക്തമാകുകയാണ് പശ്ചിമേഷ്യയിൽ. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിൽ ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. പ്രതികാരം ചെയ്യുക ഞങ്ങളുടെ കടമയും അവകാശവും. ചരിത്രപരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം വലിയ വില നൽകേണ്ടി വരും. ഖമനേയിയുടെ വധം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കും ഷിയ വിഭാഗത്തിനും നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സ് ഇസ്രയേലിനും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുമെതിരെ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കം നടത്തുമെന്നും പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. നികൃഷ്ടരായ കുറ്റവാളികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറും വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇറാന്റെ ഭൂരിഭാഗം മേഖലകളിലും ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. കണക്ടിവിറ്റി 1% താഴ്ന്നതായി നെറ്റ് ബ്ലോക്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ ആയത്തുള്ള അറാഫിയെയാണ് പുതിയ ഇടക്കാല പരമോന്നത നേതാവായി നിയമിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 പ്രാബല്യത്തിൽ കൊണ്ടുവന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യത്തെ പരമോന്നത നേതാവിന്റെ സ്ഥാനത്ത് അപ്രതീക്ഷിത ഒഴിവുണ്ടാകുമ്പോൾ താൽക്കാലികമായി 3 അംഗ കൗൺസിൽ ഭരണ ചുമതലകൾ ഏറ്റെടുക്കണമെന്നാണ് ഇറാൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 നിർദ്ദേശിക്കുന്നത്. സ്ഥിരം നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ ഈ കൗൺസിൽ രാജ്യത്തിന്റെ പരമാധികാര ചുമതലകൾ നിർവഹിക്കും. ഭരണഘടനാ പ്രകാരം നിലവിലെ പ്രസിഡന്റ്, നീതിന്യായ വകുപ്പ് മേധാവി, ഗാർഡിയൻ കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മതപണ്ഡിതൻ എന്നിവരാണ് ഈ കൗൺസിലിൽ ഉൾപ്പെടുന്നത്. ഇതിൽ ഗാർഡിയൻ കൗൺസിലിന്റെ പ്രതിനിധിയായാണ് ആയത്തുള്ള അലി റീസ അറാഫിയെ നിയമിച്ചതോടെ ഇദ്ദേഹം ഇറാനിലെ ഏറ്റവും ശക്തനായ 3 നേതാക്കളിൽ ഒരാളായി മാറി. 1959 ആയത്തുള്ള അറാഫി ജനിച്ചത്. 67കാരനായ അറാഫി ഇറാനിലെ മതസ്ഥാപനങ്ങളെ ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ്. രാജ്യത്തെ ഇസ്ലാമിക സെമിനാരി സംവിധാനത്തിന്റെ ഡയറക്ടർ, ഗാർഡിയൻ കൗൺസിലിലെ ഒരു അംഗം, 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ അംഗം എന്നിങ്ങനെ 3 നിർണായക പദവികൾ ഒരേ സമയം വഹിച്ചിരുന്ന വ്യക്തിയാണ് ആയത്തുള്ള അറാഫി. അറബ്, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ള അറാഫി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആശയങ്ങൾ ലോകവ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പല വേദികളിൽ നേരത്തെ സംസാരിച്ചിരുന്നു. അൽ മുസ്തഫ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ മേധാവിയായും പ്രവർത്തിച്ച ആളായ അറാഫി ഇറാന്റെ ആശയപരമായ സ്വാധീനം വിദേശ രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. എന്നാൽ അറാഫിയും മറ്റു 2 ഇടക്കാല നേതാക്കളും ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ്. രാജ്യത്തിന്റെ ഭരണവും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്താക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള യുദ്ധ നടപടികളും നിയന്ത്രിക്കുന്നതോടൊപ്പം അസംബ്ലി ഓഫ് എക്സ്പേർട്സ് രഹസ്യ ചർച്ചകൾ നടത്തി സ്ഥിരം പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇറാന്റെ ഭാവി രാഷ്ട്രീയ ദിശയെ നിർണ്ണയിക്കുന്ന നിർണായക തീരുമാനമായിരിക്കും അടുത്ത ദിവസങ്ങൾ അസംബ്ലി കൈക്കൊള്ളുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം കടക്കുന്നതിനിടെ പ്രകോപനപരമായ പ്രസ്താവനയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തിയിരുന്നു. ഭീകര ഭരണകൂടങ്ങൾക്കെതിരെ ഇനിയും സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ആയിരക്കണക്കിന് കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ജനങ്ങൾ തെരുവിലിറങ്ങണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. സഹായിക്കാനുള്ള ദൗത്യം ഞങ്ങൾ പൂർത്തിയാക്കി, ഇനി കടമ നിങ്ങളുടേതെന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. അതേസമയം അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്താക്രമണങ്ങൾക്ക് പിന്നാലെ US നാവികസേനയ്ക്ക് നേരെ കടുത്ത താക്കീതുമായി മുൻ IRGC കമാൻഡർ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരുന്നു. പേർഷ്യൻ ഗൾഫിലേക്ക് ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെയും പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സർക്കാർ നിയന്ത്രിത വാർത്താ ഏജൻസികളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.